ആ പിന്നെ കുറച്ചല്ല അതിനകത്തായിരുന്നു. ആ ഇതിനൊരു കഥ പറയാണ്ട്. ആ അതല്ലേ കേട്ടേ സെറീനെ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഷെഡിലായിരുന്നു പറഞ്ഞ ഈ ഷെഡാണോ? ഓ ഇതാണ് ആ ഷെഡ്. കുറച്ചു കാലം ഞാൻ താമസിച്ചവിടായിരുന്നു. ഓ വണ്ടർഫുൾ. ഒറ്റക്കം കള്ളത്തരം പറഞ്ഞ കേട്ടോ, അമ്മയാണെന്ന് ഞാൻ നോക്കത്തില്ല. എന്റെ കോവിഡ് വന്ന സമയം മൊത്തം ഞാൻ ഇവിടെ അല്ലായിരുന്നു. ആ അത് ബാക്കിയുള്ളവർക്ക് ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാനായിരിക്കും. ആ അതെ അതെ, ഞങ്ങൾ ക്വാറന്റൈൻ വീടായിരുന്നു. ആ കോവിഡ് കാലം ആണ് അച്ഛൻ സത്യം പറയുന്നത്. ഞാനത് ചോദിച്ചു. അഖിലേട്ടാ ഇതോ ആ ഫോട്ടോ, അത് ഉമ്മൻചാണ്ടി സാറേ. ഞാൻ അതിനെ പറ്റി എന്തെങ്കിലും കഥ പറയാനുണ്ടോ? ഞാൻ ആദ്യമായിട്ട് എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോ. ആദ്യം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറോടുള്ള കഥയൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ അമ്മയുടെ നാടാണ്, അമ്മയുടെ വീടാണ്. ഇവിടെ തന്നെ ആയിരുന്നു ഇവരെല്ലാം കുടുംബമായിട്ട്. ഇവിടെ നിന്ന് അച്ഛൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് കോളേജ് എല്ലാം ഇവിടെ തന്നെ. ഇവിടെ നിന്നാണ് കോളേജും ഉണ്ട്. +2 +1 +2. ഓ അപ്പൊ ഇവിടെ നിന്നാണ് എല്ലാ വീഴ്ചകളും സംഭവിച്ചത്. ആ അതെ, താഴോട്ട് പോയെങ്കിലേ മേപ്പോട്ട് പോകാൻ പറ്റൂ. വേർത്ത് കുളിച്ച് അവശ നിലയിലായി അഖിലേട്ടൻ എങ്ങോട്ടാണോ ഇനി അടുത്തായിട്ട് കൊണ്ടുവന്നത്. സോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മളെ വന്നപ്പോ പിന്നെ സ്കൂളൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. എത്രാം ക്ലാസ് വരെയാ ഇവിടെ? ഇവിടെ 10ാം ക്ലാസ് വരെ. ഇവിടുത്തെ പഴയ സ്കൂൾ ലീഡറൊക്കെ ആയിട്ട് ആ സ്റ്റേജിലായിരുന്നു. ഇത് ഏതായിരുന്നു എൻ്റെ 10ാം ക്ലാസ് എന്ന് പറയുന്നത്. എൻജി കാണുന്നതാണ്. അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്കൂൾ കാലഘട്ടത്തിൽ ഒത്തിരി ഗേൾ ഫ്രണ്ട്സും. അല്ല ഇത് ഗേൾ ഫ്രണ്ട്സ് ഇവിടെ, ഇത് ബോയ്സ് സ്കൂളാണ്. ഇത് ഈ സ്കൂളാണ് ആക്ച്വലി ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത്. ഇതുപോലെ ജിറാഫും ചാടിക്കട കയറിക്കാൻ വേണ്ടി എങ്ങനെ ചാടും. ഇവിടെ പണ്ട് നമ്മുടെ ഈ പുള്ളിയുടെ മൂട്ടിലായിരുന്നു അമ്മൂമ്മ മറ്റേ നമ്മൾ ഇതുണ്ടല്ലോ കാരക്ക, നെല്ലിക്ക, ഇതൊക്കെ ഉപ്പിലിട്ട് ഇങ്ങനെ വിൽക്കത്തില്ലേ. അന്ന് നമ്മളല്ലോ 50 പൈസക്ക് 1 രൂപയ്ക്ക് 10 കിട്ടും. ഞങ്ങൾ ഇന്റർവ്യൂ സമയത്ത് ഓടി വന്ന് നിങ്ങൾക്ക് എന്താ ഇങ്ങോട്ടിറങ്ങി വരാൻ. ഇങ്ങോട്ട് ഇറങ്ങി മാടി അങ്ങോട്ട്. നിനക്ക് അല്ലെങ്കിൽ നീ വലിയ ചാട്ടക്കാരിയാണല്ലോ. അങ്ങനെ പറയരുത്. ഇവിടുന്ന് എത്ര ദൂരം കോട്ടയത്തെ വീട്? അത് വീട് ഒന്നല്ലല്ലോ, അത് പലയിടത്തല്ലേ, പല വീടുകളായിട്ട്. അപ്പൊ ഈ സ്കൂളിലേക്ക് വരുമ്പോ എത്ര ദൂരം ഉണ്ടായിരുന്നു? ഏകദേശം 2-2.5 കിലോമീറ്റർ നടക്കണം. എന്ന് വെച്ചാൽ 1 സൈഡ്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് പിന്നെ ട്യൂട്ടോറിയലിലേക്ക് പോകുന്നത് അതിനപ്പുറത്തേക്കാണ്. അപ്പോൾ ഒരു 4 കിലോമീറ്റർ 1 സൈഡ് ഡെയിലി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പാണ്ട് 7 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും.